പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തുവരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടി ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുകൊണ്ടാണല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് 2 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവനും ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവനും നമുക്ക് വായിക്കാം. 2-ാമത്തെ വാക്യം, യെരുശലേമിൽ അജകവാടത്തിനരികിൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനവുമായി ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ കൃപ തന്നതിനായി സ്തോത്രം. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന തോമസ് അങ്ങളെ കുടുംബമായി ഓർക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കൃപ കൂടിയിരിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, യെരുശലേമിൽ അജകവാടത്തിനരികിൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ കുരുടർ, മുടന്തർ, തളർവാദ രോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ ഉത്സവങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനിടയായി തീർന്നു. യഹൂദന്മാരുടെ ഉത്സവം 1 പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫല പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കാഹളങ്ങളുടെ പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 പെരുന്നാളുകളാണ് യഹൂദന്മാരുടെ പെരുന്നാൾ. 1-ാമത്തെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാൾ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തെ എന്ത് ചെയ്യുന്നു? പ്രാവചനികമായി ചൂണ്ടിക്കാണിക്കുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നാം വിശുദ്ധരായി എന്നേക്കും ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യഫല പെരുന്നാൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ എന്ത് ചെയ്യുന്നു? ചൂണ്ടിക്കാണിക്കുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അനുഭവത്തെ കാണിക്കുക. ഇതെല്ലാം വേദപുസ്തകത്തിൽ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളായിരുന്നു. അതത് സമയത്ത് യേശു മരിച്ചതും പെസഹ വ്യാഴാഴ്ചയായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റത് ആദ്യഫല കറ്റകൾ പുരോഹിതൻ നീരാജനം ചെയ്യുന്ന സമയത്ത് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം പഴയ നിയമത്തിലെ ആ പെരുന്നാളുകൾ പുതിയ നിയമത്തിൽ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും അതെല്ലാം ആ പെരുന്നാൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ പുതിയ നിയമത്തിൽ അത് സംഭവിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഒക്കെ നിഴലുകളായിരുന്നു പഴയ നിയമത്തിലെ പെരുന്നാളുകൾ എന്ന് നാം കാണുവാനിടയായി തീർന്നു. 2-ാമത്തെ വാക്യം, യെരുശലേമിൽ അജകവാടത്തിനരികിൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ കുരുടർ, മുടന്തർ, തളർവാദ രോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ
ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിൽ അജകവാടത്തിനരികിൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളത്തിനടുക്കൽ എത്തിയപ്പോൾ ആ കുളത്തിന് 5 മണ്ഡപമുണ്ട്. അവയിൽ കുരുടന്മാരും മുടന്തന്മാരും തളർവാദ രോഗികൾ ഇങ്ങനെ വലിയൊരു ജനം, വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുകയാണ്. രോഗികളായിരിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യുകയാണ്? വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ എന്ത് ചെയ്യും? കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയതിന് ശേഷം ആദ്യം കുളത്തിൽ ഇറങ്ങുന്നവൻ സൗഖ്യമാകും. പിന്നീട് ഇറങ്ങുന്നവൻ സൗഖ്യമാകത്തില്ല. ആദ്യം ഇറങ്ങുന്നവനാണ്. അപ്പോൾ അത് നോക്കി എന്ത് ചെയ്യുക? അങ്ങനെ രോഗികളായിരിക്കുന്നവർ കിടക്കുകയാണ്. എവിടെയാണത്? യെരുശലേമിൽ അജകവാടത്തിനരികിൽ. യെരുശലേമിൻ്റെ മതിലിനോട് ചേർന്ന് മതിലിൽ പല വാതിലുകളെ നമുക്ക് കാണാൻ കഴിയും. യെരുശലേമിലെ ബെഥെസ്ദ കുളം. ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. ബെഥെസ്ദ എന്നാൽ കരുണയുടെ ഭവനം എന്നാണ് അർത്ഥം. അജകവാടത്തിനരികിലാണ് ഈ കുളം ഉള്ളത്. യാഗത്തിനുള്ള ആടുകളെ ഈ കുളത്തിൽ കുളിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു. യെരുശലേമിൻ്റെ ചില വാതിലുകൾ, താഴ്വര വാതിൽ, കുപ്പവാതിൽ, ഉറവ് വാതിൽ, ആട്ടിൻ വാതിൽ, മീൻ വാതിൽ, പഴയ വാതിൽ, നീർവാതിൽ, കുതിരവാതിൽ എന്ന് പറയപ്പെടുന്ന വാതിലുകളെക്കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിലും 28-ാമത്തെ വാക്യം വരെ വിവിധ വാതിലുകളെക്കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഒരു വാതിലാണ് അജകവാടം എന്ന് പറഞ്ഞാൽ ആട്ടുവാതിൽ എന്നാണ് പഴയ ലിപികളിൽ പറയുന്നത്. ആട്ടുവാതിൽ. ആ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപം ഉണ്ടായിരുന്നു. 5 മണ്ഡപം എന്ന് പറയുമ്പോൾ 5 മണ്ഡപമായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാനും കഴിയത്തുള്ളൂ. 5 മണ്ഡപത്തെ ചിലർ ദുർവ്യാഖ്യാനം ചെയ്ത് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട വചനമൊന്നും വേദപുസ്തകത്തിലില്ല. 5 മണ്ഡപം എന്ന് പറഞ്ഞാൽ 5 മണ്ഡപം തന്നെയാണ്. അവിടെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവയിൽ കുരുടർ, മുടന്തർ, തളർവാദ രോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു ജനം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. വെള്ളത്തിൻ്റെ ഇളക്കം. ആരെ വെള്ളം ഇളക്കുന്നത്? അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. അതത് സമയം എന്ന് പറയുമ്പോൾ ഏതാണ് സമയം എന്നറിയത്തില്ല. കൂടെ കലക്കുമോ എന്നും അറിയത്തില്ല. അതോ മാസത്തിൽ ഒന്നാണോ ആഴ്ചയിൽ ഒന്നാണോ ഈ കുളം കലക്കുന്നതെന്നൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അതിനുവേണ്ടി സൗഖ്യത്തിനു വേണ്ടി എന്ത് ചെയ്യുകയാണ്? കുരുടന്മാരും മുടന്തന്മാരും തളർവാദ രോഗികളും എല്ലാവരും എന്ത് ചെയ്യുന്നു? ഈ ആട്ടുവാതിലിൻ്റെ അജകവാടത്തിൻ്റെ അരികിൽ ഓരോ 5 മണ്ഡപത്തിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് കർത്താവ് എന്ത് ചെയ്തത്?
അവിടെ വന്നത്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ 38 ആണ്ട് രോഗമായി കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 6-ാമത്തെ വാക്യത്തിൽ, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് അവിടെ വരുമ്പോൾ 38 ആണ്ട് രോഗം പിടിച്ച ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നത് കണ്ടു. അവൻ ഏറിയ നാളായി അവിടെ കിടക്കുന്നുവെന്ന് യേശു അറിഞ്ഞു. യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ, മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. 38 ആണ്ടായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്യുന്നതിന് മുൻപേ അവൻ എന്ത് ചെയ്യുകയാണ്? അവിടെ കിടക്കുകയാണ്. അവന് പാരമ്പര്യം പറയാനുണ്ട്. യേശുവിനേക്കാൾ പാരമ്പര്യം പറയാനുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല പറയാൻ. യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ പാരമ്പര്യമുണ്ട്. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് പോലും പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല. അതിൽ ഇവിടെ ഇവനും എന്ത് ചെയ്യുക? അവിടെ കിടക്കുകയാണ്. എത്ര വർഷമായി? 38 ആണ്ട്. യേശു ഈ ലോകത്തിലേക്ക് ഉദയം ചെയ്യുന്നതിന് മുൻപേ ഇവൻ ഇവിടെ വന്ന് കിടപ്പാ. പലരും അങ്ങനെ കിടക്കുക, പക്ഷേ ഒരു സൗഖ്യമോ ഒരു ഉയർച്ചയോ ഒരു വിടുതലോ ഒന്നുമില്ല. പഴയ അതേ കിടപ്പിൽ എന്ത് ചെയ്യുക? അങ്ങ് കിടക്കുകയാണ്. ആത്മീകമായിട്ടൊരു വളർച്ചയില്ല, ആത്മീകമായിട്ടൊരു ഉത്തേജനമില്ല. ഇങ്ങനെ എന്ത് ചെയ്യാം? കിടക്കുന്ന ഒരനുഭവമാണ് പല വിശ്വാസികളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ, സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്നും യേശു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുകയാണ്. അല്ലാതെ എനിക്ക് ആരുമില്ല, എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല എന്ന്